രാധേ, ഈ പാഠം രസതന്ത്രത്തെയും നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളെയും കുറിച്ചാണ് പറയുന്നത്, അല്ലേ? വ്യാവസായിക മുന്നേറ്റവും ഹരിത വിപ്ലവവും നമ്മുടെ പരമ്പരാഗത ജീവിതരീതിയെ മാറ്റിമറിച്ചു. അതെ രാജു, നമ്മുടെ നാട്ടിലെ കാർഷിക സമൃദ്ധിക്ക് പിന്നിൽ രസതന്ത്രത്തിന് വലിയ പങ്കുണ്ട്. കൃഷിക്ക് വിളവ് കൂട്ടാനും ശരിയായ വളർച്ചയ്ക്കും വളങ്ങൾ അത്യാവശ്യമാണെന്ന് നമുക്കറിയാമല്ലോ. സസ്യങ്ങൾക്കാവശ്യമായ നൈട്രജൻ വളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തുവാണ് അമോണിയ, NH3. അമോണിയ ഉണ്ടാക്കാനുള്ളൊരു പരീക്ഷണം ഓർമ്മയുണ്ടോ? അമോണിയം ക്ലോറൈഡ് NH4Cl, കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 എന്നിവ ചേർത്തിളക്കുമ്പോൾ അമോണിയ വാതകം ഉണ്ടാകുന്നു. ആ വാതകത്തിന് നിറമില്ല, പക്ഷേ രൂക്ഷമായ ഗന്ധമുണ്ട്. അതിന്റെ സ്വഭാവമെന്താണ്? നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ അത് നീലയാക്കും. അതുകൊണ്ട് അമോണിയയ്ക്ക് ബേസിക് സ്വഭാവമാണുള്ളത്. അമോണിയ വാതകം ഈർപ്പമില്ലാതെ ശേഖരിക്കാൻ നീറ്റുകക്ക CaO നിറച്ച ശോഷക സ്തംഭം ഉപയോഗിക്കുന്നു. പിന്നെ അമോണിയ ശേഖരിക്കുന്ന ജാർ എപ്പോഴും കമഴ്ത്തിവെക്കും. കാരണം അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അമോണിയയുടെ മറ്റൊരു പ്രധാന സ്വഭാവം അത് വെള്ളത്തിൽ നന്നായി ലയിക്കുമെന്നതാണ്. ജലധാര പരീക്ഷണം അത് തെളിയിക്കുന്നു. അമോണിയ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ഉണ്ടാകുന്നു. ഇതിന്റെ ആൽക്കലി സ്വഭാവം കാരണം ഫിനോൾഫ്താലീൻ പിങ്ക് നിറമാകും. വ്യാവസായികമായി അമോണിയ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. ഇതിൽ നൈട്രജൻ N2ഉം ഹൈഡ്രജനും H2ഉം 1:3 എന്ന അനുപാതത്തിൽ ചേർക്കുന്നു. ഈ പ്രവർത്തനത്തിൽ സ്പോഞ്ച് അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. നൈട്രജൻ അന്തരീക്ഷ വായുവിൽ നിന്നും ഹൈഡ്രജൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കും. അമോണിയയുടെ പ്രധാന ഉപയോഗങ്ങൾ രാസവളങ്ങൾ, യൂറിയ, അമോണിയം സൾഫേറ്റ്, ശീതീകാരി, കൃത്രിമ നാരുകൾ, നൈലോൺ, റയോൺ, നൈട്രിക് ആസിഡ് നിർമ്മാണം എന്നിവയാണ്. ഇനി നമുക്ക് രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നതിനെ പുരോപ്രവർത്തനം എന്നു പറയുന്നു. ഉൽപ്പന്നങ്ങൾ തിരികെ അഭികാരകങ്ങളായി മാറുന്നതിനെ പശ്ചാത് പ്രവർത്തനമെന്നും വിളിക്കുന്നു. ഒരേ സമയം ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്നു പറയുന്നു. അഭികാരക ചിഹ്നം ഉപയോഗിക്കുന്നു. അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതും വിഘടിക്കുന്നതും ഒരു ഉഭയദിശാ പ്രവർത്തനമാണ്. ഒരു ദിശയിലേക്ക് മാത്രം നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകദിശാ പ്രവർത്തനങ്ങളെന്ന് വിളിക്കുന്നു. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത് പ്രവർത്തനത്തിന്റെയും നിരക്കുകൾ തുല്യമായി വരുന്ന ഘട്ടമാണ് രാസസംതുലനം, കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ രാസസംതുലനം സംവൃത വ്യൂഹത്തിൽ മാത്രമേ സാധ്യമാകൂ. തന്മാത്രാതലത്തിൽ ഇതൊരു ഗതിക സംതുലനമാണ്. രാസസംതുലനവുമായി ബന്ധപ്പെട്ട പ്രധാന തത്വമാണ് ലെ ഷാട്ട്ലിയ തത്വം. അതെ, സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ മാറ്റം വരുത്തിയാൽ വ്യൂഹം ആ മാറ്റത്തിന്റെ ഫലം കുറയ്ക്കാൻ വേണ്ടി സ്വയം ഒരു മാറ്റം വരുത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തും. ഗാഢതയുടെ സ്വാധീനം. അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിപ്പിച്ചാൽ അത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി പുരോപ്രവർത്തനത്തിന്റെ നിരക്ക് കൂടും. ഉൽപ്പന്നത്തിന്റെ ഗാഢത വർദ്ധിപ്പിച്ചാൽ അത് കുറയ്ക്കാൻ വേണ്ടി പശ്ചാത് പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടും. മർദ്ദത്തിന്റെ സ്വാധീനം. വാതകങ്ങൾക്ക് മർദ്ദം കൂട്ടിയാൽ തന്മാത്രകളുടെ മോൾ എണ്ണം കുറവുള്ള ദിശയിലേക്ക് പ്രവർത്തനം നടക്കും. അമോണിയ നിർമ്മാണത്തിൽ 4 മോൾ അഭികാരകങ്ങൾ 2 മോൾ ഉൽപ്പന്നങ്ങളാകുന്നു. അതുകൊണ്ട് മർദ്ദം കൂട്ടിയാൽ കൂടുതൽ അമോണിയ ലഭിക്കുന്ന പുരോപ്രവർത്തനത്തിന്റെ നിരക്ക് കൂടും. അഭികാരക ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും വാതക തന്മാത്രകളുടെ എണ്ണം തുല്യമാണെങ്കിൽ മർദ്ദത്തിന് സ്വാധീനമുണ്ടാകില്ല. താപനിലയുടെ സ്വാധീനം. അമോണിയ ഉണ്ടാകുന്നത് താപമോചക പ്രവർത്തനമാണ്. താപം പുറത്തുവിടുന്നു. താപനില കൂട്ടിയാൽ വ്യൂഹം താപം വലിച്ചെടുക്കുന്ന താപാകിരണ പ്രവർത്തനത്തിന്റെ പശ്ചാത് പ്രവർത്തനത്തിന്റെ നിരക്ക് കൂടും. അതിനാൽ കൂടുതൽ അമോണിയ ലഭിക്കാൻ താപനില കുറയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ പ്രവർത്തനം വേഗത്തിൽ നടക്കാൻ വ്യാവസായികമായി 450°C എന്ന അനുയോജ്യമായ താപനിലയാണ് ഉപയോഗിക്കുന്നത്. ഉൽപ്രേരകത്തിന്റെ സ്വാധീനം. ഉൽപ്രേരകങ്ങൾ പുരോപശ്ചാത് പ്രവർത്തനങ്ങളെ ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് സന്തുലനാവസ്ഥ വേഗത്തിൽ കൈവരിക്കാൻ സഹായിക്കുന്നു, അല്ലാതെ സന്തുലനാവസ്ഥയിൽ മാറ്റം വരുത്തുന്നില്ല. ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡിനെക്കുറിച്ച് നോക്കാം. ഇത് രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നു. രാസവളങ്ങൾ, പെയിന്റുകൾ, മരുന്നുകൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ശുദ്ധീകരണത്തിനും ഇത് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ്. ഇതിന്റെ പ്രധാന ഘട്ടങ്ങൾ ഇവയാണ്. സൾഫറിനെ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. SO2വിനെ വനേഡിയം പെന്റോക്സൈഡ് ഉൽപ്രേരകത്തിന്റെ സഹായത്തോടെ സൾഫർ ട്രൈ ഓക്സൈഡാക്കി മാറ്റുന്നു.
SO3നെ വെള്ളത്തിൽ നേരിട്ട് ലയിപ്പിക്കാതെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് ഒലിയമാക്കി മാറ്റുന്നു. വെള്ളത്തിൽ നേരിട്ട് ലയിപ്പിച്ചാൽ താപം പുറത്തുവന്ന് മഞ്ഞുപോലുള്ള ആസിഡ് കണികകളുണ്ടാകുന്നത് ലയനത്തെ തടയും. ഒലിയത്തെ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് അവസാനമായി സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് നിറമില്ലാത്തതും ജലത്തേക്കാൾ സാന്ദ്രതയും വിസ്കോസിറ്റിയും കൂടിയതുമായ ഒരു ദ്രാവകമാണ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്നത് താപം പുറത്തുവിടുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് ആസിഡ് നേർപ്പിക്കുമ്പോൾ എപ്പോഴും ആസിഡ് സാവധാനം വെള്ളത്തിലേക്ക് ചേർക്കണം, തിരിച്ചാകരുത്. വെള്ളം ആസിഡിലേക്ക് ചേർത്താൽ അത് തെറിച്ച് അപകടമുണ്ടാകും. സൾഫ്യൂരിക് ആസിഡിന്റെ ഏറ്റവും പ്രധാന രാസഗുണമാണ് അതിന്റെ നിർജ്ജലീകരണ ഗുണം. ഇത് ഒരു ശക്തമായ നിർജ്ജലീകാരിയാണ്. അതെ, പഞ്ചസാരയിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർത്താൽ അത് പഞ്ചസാരയിലുള്ള ജലാംശം വലിച്ചെടുത്ത് കറുത്ത കാർബൺ മാത്രമായി അവശേഷിപ്പിക്കും.